ഇപ്പോൾ എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് ആണ്. അതിൽ പ്രധാനമായിട്ട് പറയുന്നത് ഒരു കോമ്പിനേഷനാണല്ലോ, രണ്ട് വേർഡിൻ്റെ കോമ്പിനേഷനാണ് വരുന്നത്, സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ്. സ്റ്റാറ്റ്യൂട്ടറി എന്ന വാക്കിന് നമുക്ക് സിമ്പിളായിട്ടൊരു മീനിങ് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ റിക്വയർഡ്, അതായത് ആവശ്യമായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നിർബന്ധമായിട്ട് മാൻഡേറ്ററി ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം. അതാണ് സ്റ്റാറ്റ്യൂട്ടറി എന്ന വാക്കുകൊണ്ട് മീൻ ചെയ്യുന്നത്. പിന്നെ മീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഒത്തുചേർന്ന് അവരുടെ സജഷൻസ് പറയുക, കംപ്ലയിൻസ് പറയുക, അതുപോലെ തന്നെ മീറ്റിംഗ് വിളിച്ചു ചേർത്തിട്ട് ആൾക്കാർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുക, അങ്ങനെയൊക്കെ ഒരു പ്രൊസീജിയറാണ്. അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് എന്ന് പറയുമ്പോൾ വളരെ നിർബന്ധമായിട്ടും ഒരു കമ്പനി നടത്തിയിരിക്കേണ്ട ഒരു മീറ്റിംഗ്, അതാണ് സിമ്പിളായിട്ട് പറയുന്നത്. ഇനി നമുക്ക് എന്താണ് സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് എന്ന് പറയുന്നത് നോക്കാം. It is the first meeting of the shareholders of a public company having share capital and is held once in the lifetime of a company. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയുടെ ഷെയർ ഹോൾഡർമാരുടെ ആദ്യത്തെ ഒരു മീറ്റിംഗ് ആണിത്. ഒരു കമ്പനി തുടങ്ങിയിട്ട് അവസാനിക്കുന്നവരുള്ള അതിൻ്റെ ആ ഒരു ലൈഫ് ടൈം, അതിൻ്റെ ഉള്ള ഒരൊറ്റ വട്ടം മാത്രമേ ഈ ഒരു മീറ്റിംഗ് നടക്കുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പനി തുടങ്ങാൻ പോകുമ്പോൾ അവർ ഷെയർസ് വിൽക്കാൻ വേണ്ടിയിട്ട് ഷെയർസ് ഇറക്കുന്നു, അത് കുറച്ച് പേര് വാങ്ങുന്നു, അവർ ഷെയർ ഹോൾഡേഴ്സ് കമ്പനീസിൻ്റെ ഓണേഴ്സായിട്ട് മാറുന്നു. ഇങ്ങനെ ഓണേഴ്സായിട്ടുള്ള ഷെയർ ഹോൾഡർമാരെല്ലാം കൂടി ചേർന്നിട്ട് ആദ്യമായിട്ട് നടത്തുന്ന ഒരു മീറ്റിംഗ്, അത് പിന്നെ ഒരിക്കലും നടക്കില്ല. പിന്നെ ഒരിക്കലും അങ്ങനെ ഒന്നും ഇല്ലല്ലോ ആദ്യത്തെ മീറ്റിംഗ്. അതിനെയാണ് സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് എന്ന് പറയുന്നത്. പിന്നീട് ഇപ്പോൾ വാങ്ങിയിട്ടുള്ള ഷെയർ ഹോൾഡർ ഈ ഷെയർ വേറെ ആൾക്ക് മറിച്ച് വിൽക്കുക, അങ്ങനെയൊക്കെ ചെയ്യും. അങ്ങനെ ആകുമ്പോഴൊന്നും വീണ്ടും മീറ്റിംഗ് വയ്ക്കുന്നില്ല. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടായിട്ട് പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടങ്ങിയിട്ടുള്ള കമ്പനിയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് പ്രധാനമായിട്ട് സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് നടത്തുന്നത്. ഈ ഒരു സന്ദർഭത്തിൽ ഷെയർ ഹോൾഡേഴ്സിന് അവസരം നൽകാം, അവരുടെ ഓരോ സജഷൻസ്, അതുപോലെ തന്നെ അവരുടെ ഡിസിഷൻസൊക്കെ പറയാൻ വേണ്ടിയിട്ട് സജഷൻ നൽകിയിട്ട് കമ്പനിയുടെ രൂപീകരണത്തിനുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്ന ഒരു പ്രോസസ്സ്, അതിനാണ് സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ പോയിന്റ് നോക്കാം. എ പ്രൈവറ്റ് കമ്പനി ആൻഡ് എ കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി നോട്ട് ഹാവിംഗ് ഷെയർ ക്യാപിറ്റൽ നീഡ് നോട്ട് ഹോൾഡ് എ സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ്. ഇതിൽ പറയുന്നത് പബ്ലിക് ലിമിറ്റഡ് കമ്പനികൾക്ക് മാത്രമാണ് സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് വേണ്ടുള്ളൂ, അല്ലാതെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസ്, അതുപോലെ തന്നെ കമ്പനീസ് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി, അവർക്കൊന്നും സ്റ്റാറ്റ്യൂട്ടറി മീറ്റിങ്ങിൻ്റെ ആവശ്യമില്ല. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഷെയർ ക്യാപിറ്റൽ ഇല്ലല്ലോ, അതുകൊണ്ട്. പിന്നെ അടുത്ത പോയിന്റ് പറയുന്നത് സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് മസ്റ്റ് ബി ഹെൽഡ് വിത്തിൻ എ പീരീഡ് ഓഫ് നോട്ട് ലെസ് ദാൻ 1 month ആൻഡ് നോട്ട് മോർ ദാൻ 6 months ആഫ്റ്റർ ദ ഡേറ്റ് ഓൺ വിച്ച് എ കമ്പനി ഈസ് ഓതറൈസ്ഡ് ടു കമൻസ് ഇറ്റ്സ് ബിസിനസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പനി ബിസിനസ്സിലേക്ക് ഇറങ്ങിയിട്ട് 1 മാസത്തിന് ശേഷമോ 6 മാസത്തിന് മുൻപോ നിർബന്ധമായിട്ടും സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് നടത്തിയിരിക്കണം. ഒരു കമ്പനി മാർക്കറ്റിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞിട്ട് 1 മാസത്തിന് ശേഷം 6 മാസത്തിന് മുമ്പ് ആ കാലയളവിൽ മീറ്റിംഗ് നടത്തിയിരിക്കണം. സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് മസ്റ്റായിട്ട് നടത്തിയിരിക്കണം. ഇനി അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ടാണ്. The directors are required to prepare and send a report called that statutory report to every members of the company at least 21 days before the date of the meeting. This report is required to be submitted with the registrar of companies. ഇതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർക്കാരിനോ ബന്ധപ്പെട്ട ഏജൻസിക്കോ സാമ്പത്തികവും സാമ്പത്തികേതരവും, അതായത് മോണിറ്ററി ആൻഡ് നോൺ മോണിറ്ററി, അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ വിവരങ്ങൾ നിർബന്ധമായിട്ടും ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് സമർപ്പിച്ചിരിക്കണം. ഈ ഒരു പ്രോസസ്സ് അങ്ങനെ ഒരു എന്താ പറയുക, റിട്ടേൺ ഫോമിൽ തയ്യാറാക്കിയിട്ടുള്ള ഒരു റിപ്പോർട്ട്, അതിനാണ് സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഇത് നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി മീറ്റിങ്ങിൻ്റെ 21 ദിവസം മുമ്പ് നിർബന്ധമായിട്ടും സബ്മിറ്റ് ചെയ്തിരിക്കണം. പിന്നെ അതുപോലെ തന്നെ രജിസ്ട്രാർ ഓഫ് ദ കമ്പനീസ് ഉണ്ട്, അങ്ങോർക്കും ഈ ഒരു റിപ്പോർട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. കമ്പനിയുടെ എന്താ പറയുക, നിയമപ്രകാരമായിട്ടുള്ള പരസ്യമാക്കേണ്ട കുറേ നിയമപ്രകാരമായിട്ട് ഒരു കമ്പനി പരസ്യമായിട്ട് അവർ പറയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സൊസൈറ്റി ഒരു കമ്പനിയുടെ നിലനിൽപ്പ് എങ്ങനെയാണ്, എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വിവരങ്ങൾ എന്നൊക്കെ അറിയേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഡിസ്ക്ലോസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഈ സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ടിലൂടെ ഇറക്കുന്നത്.
നമ്മളെ അക്കൗണ്ടിങ്ങിൽ പഠിച്ചിട്ടുള്ള ഫുൾ ഡിസ്കോഴ്സൽ പ്രിൻസിപ്പിളിൻ്റെ ഒക്കെ ഒരു ഭാഗമായിട്ടാണ് ഇത് വരുന്നത്. ഇനി അടുത്ത ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടൻസ് ഓഫ് സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട്സ്. അതിൽ നമ്മൾ കുറച്ച് പോയിന്റ്സ് നോക്കാം. ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് അലോട്ടഡ് ഡിസ്ക്രിപ്ഷൻ ആസ് ഫുള്ളി പെയ്ഡ് അപ്പ്, പാർട്ട്ലി പെയ്ഡ് ആൻഡ് ഷെയർസ് ഇഷ്യൂ ഫോർ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ്. അതായത് ഫുള്ളി പെയ്ഡ് ആയിട്ടുള്ള ഷെയർസ് ഉണ്ടായിരിക്കും, പാർട്ട്ലി പെയ്ഡ് ആയിട്ടുള്ള ഷെയർസ് ഉണ്ടായിരിക്കും. ഇതൊന്നും അല്ലാതെ ചിലപ്പോൾ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് ഒരു ഇൻസെൻറ്റീവ് പോലെ ഷെയർസ് കൊടുക്കും. കാശിനല്ലാതെ അവർക്കൊരു ഇൻസ്പിറേഷന് വേണ്ടിയിട്ട് അങ്ങനെ ഷെയർസ് അലോട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോന്നും എന്തോരം നമ്പർ ഉണ്ട് എന്ന്, ഫുള്ളി പെയ്ഡപ്പ് ചെയ്ത് എത്ര നമ്പർ ഉണ്ട്, പാർഷ്യലി പെയ്ഡപ്പ് ചെയ്ത് എത്ര നമ്പർ ഉണ്ട്, അങ്ങനത്തെ ഷെയർസിൻ്റെ നമ്പർ. പിന്നെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ടോട്ടൽ എമൗണ്ട് ഓഫ് ക്യാഷ് റിസീവ്ഡ് ബൈ ദ കമ്പനി ഫോർ ദ ഷെയർസ് അലോട്ടഡ്. ഷെയർ അലോട്ട് ചെയ്ത വഴി കമ്പനിക്ക് എന്തോരം എമൗണ്ട് റൈസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്, ആ ടോട്ടൽ എമൗണ്ടിൻ്റെ കണക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. പിന്നെ അടുത്തത് ആൻ അബ്സ്ട്രാക്ട് ഓഫ് ദ റെസിപ്റ്റ്സ് ഓഫ് ദ കമ്പനി ആൻഡ് ഓഫ് ദ പേയ്മെൻറ്റ് മെയ്ഡ് അപ് ടു എ ഡേറ്റ് വിത്തിൻ 7 days ഓഫ് ദ റിപ്പോർട്ട്. അതായത് കമ്പനിയിലെ വന്നിട്ടുള്ള എല്ലാ റെസിപ്റ്റ്സ്, അതുപോലെ തന്നെ പേയ്മെൻറ്റ്സ്, അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ്, കമ്പനിക്ക് വന്നിട്ടുള്ള ക്യാഷിൻ്റെ ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും എല്ലാം ഇതിൽ പറഞ്ഞിരിക്കണം. പിന്നെ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ദ ഡീറ്റെയിൽസ് ഓഫ് ദ ഡയറക്ടേഴ്സ്, ഓഡിറ്റേഴ്സ് ആൻഡ് അതർ മാനേജീരിയൽ പേഴ്സൺസ്. അതായത് നമ്മളുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, നമ്മൾ കണക്കുകളൊക്കെ ഓഡിറ്റ് ചെയ്യുന്ന ഓഡിറ്റേഴ്സ്, അതുപോലെ തന്നെ മറ്റ് മാനേജ് ചെയ്യുന്ന മാനേജ്മെൻറ്റിലുള്ള മറ്റ് പേഴ്സൺസ്, അവരൊക്കെ ഡീറ്റെയിൽസ് ഷെയർ ഹോൾഡേഴ്സിന് നൽകണം. പിന്നെ അടുത്തത് ദ ഡീറ്റെയിൽസ് റിഗാർഡിംഗ് ദ കോൺട്രാക്ട്സ് എൻറ്റേർഡ് ബൈ ദ കമ്പനി. ഒരുപാട് കോൺട്രാക്ടേഴ്സിനായിട്ട് കമ്പനി ഡീൽസ് ഒപ്പിട്ടുണ്ടായിരിക്കും. അവരൊക്കെ കമ്പനിയുടെ എക്സ്റ്റേണൽ പാർട്ടീസാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയായിട്ട് ബന്ധമുള്ള ആൾക്കാരാണ്, പക്ഷേ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിലാണ് അവരെയൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം കോൺട്രാക്ടേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഷെയർ ഹോൾഡേഴ്സിന് കൈമാറിയിരിക്കണം. പിന്നെ ലാസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഡീറ്റെയിൽസ് ഓഫ് ദ അണ്ടർ റൈറ്റിംഗ് കോൺട്രാക്ട്സ് വിച്ച് ആർ നോട്ട് ക്യാരിഡ് ഔട്ട് ആൻഡ് ദ കമ്മീഷൻ ആൻഡ് ബ്രോക്കറേജ് പെയ്ഡ് ഇൻ കൺഷൻ വിത്ത് ദ ഇഷ്യൂ ഓഫ് ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ്. ഒരുപാട് അതർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് വന്നിട്ടുണ്ടായിരിക്കും കമ്പനിയിൽ. അണ്ടർ റൈറ്റിംഗ് ആയിട്ടുള്ള കോൺട്രാക്ട്സ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ നോട്ട് ക്യാരിഡ് ഔട്ട് ആയിട്ടുള്ള കമ്മീഷൻസ്, ബ്രോക്കറേജ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടായിരിക്കും. അതൊന്നും അക്കൗണ്ടിംഗ് ബുക്കിൽ ചിലപ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കില്ല. എന്നിരുന്നാലും അതെല്ലാം ഷെയർ ഹോൾഡേഴ്സിനെ അറിയിച്ചിരിക്കണം എന്നാണ് പറയുന്നത്. ഇതെല്ലാം ചെയ്യുന്നത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സ് അവരാണ് കമ്പനിയുടെ റിയൽ ഓണേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സ്വന്തം കമ്പനിയിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് ഉടമസ്ഥർക്ക് അറിയണം. അതിന് വേണ്ടിയിട്ടാണ് ഈ സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് വയ്ക്കുന്നതും സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നതും ഒക്കെ. അപ്പോൾ താങ്ക് യു.